അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഇതില്ല എന്ന് പറയുന്നത് എന്ന് തെളിവ് സഹിതം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞാൽ അവസാനം ഈ പുരോഹിതന്മാർക്ക് ഇത് കൊണ്ടാടുന്ന ആളുകൾക്ക് പറയാനുള്ള ന്യായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്തല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തല്ലേ, അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ നമുക്കുണ്ടായി, എന്താ അതുകൊണ്ടൊക്കെ നമുക്ക് സന്തോഷിച്ചാൽ എന്നാണ്. തിരിച്ചു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇത് ഈ ചോദ്യം എന്തുകൊണ്ട് സഹാബികൾ ചോദിച്ചില്ല? ജീവനേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് സ്വഹാബികൾ. അവരാരും റസൂലിനോട് ചോദിച്ചില്ല, റസൂലെ അങ്ങയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചോട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കട്ടെ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവെങ്കിലും ചുളയെങ്കിലും ഞങ്ങൾ ആളുകൾക്ക് കൊടുത്തോട്ടെ, ഒരു ചെറിയ ഭക്ഷണം ഞങ്ങൾ ഉണ്ടായിക്കോട്ടെ. ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമില്ല. അങ്ങനെ ഒരു അനുവാദം അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തതായി നമുക്കവിടെ എവിടെയും കാണാനും സാധ്യമല്ല. അപ്പോൾ ഇവിടെ പോകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിലാകാത്ത, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിന് മനസ്സിലാവാത്ത ഒരു സ്നേഹം, ഒരിഷ്ടം, ഒരനുഗ്രഹം, ഒരു നിഅമത്ത് നമ്മളുടെ വകയിൽ നമ്മൾ കണ്ടെത്തേണ്ടതില്ല. ഈ ഓതുന്ന ആയത്തുകളൊക്കെ ഇറങ്ങിയത് അള്ളാഹിൻ്റെ റസൂലിനാണ്. ആ ആയത്തൊക്കെ വിശദീകരിച്ചത് അള്ളാഹിൻ്റെ റസൂലാണ്. അത് നേർക്കുനേരെ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവർക്കാർക്കും റബീഉൽ അവ്വൽ 12-ന് ഒരാഘോഷം നടത്തണം എന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ തോന്നിയിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഒന്ന് പ്രത്യേകമായി സന്തോഷിക്കണം എന്ന് അവർക്കാർക്കും തോന്നിയിട്ടില്ല. അവരെക്കാളൊക്കെ സ്നേഹം നമുക്കുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടണോ? ഇത് ത്വാഅത്താണോ അതല്ല മഅസിയത്താണോ? അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് ത്വാഅത്താണല്ലോ. ആ ത്വാഅത്താണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. പഠിപ്പിച്ചത് എങ്ങനെയാ? ആ രൂപം നമ്മൾ കണ്ടു. എന്നാൽ റബീഉൽ അവ്വൽ 12-ൻ്റെതോ? റബീഉൽ അവ്വൽ 12-ന് ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കുക എന്നത് ത്വാഅത്താണോ? ഒന്നുകിൽ ത്വാഅത്താണ് എന്ന് പറയണം, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കലാണ് അള്ളാഹിൻ്റെ കൂലി കിട്ടുന്ന കാര്യമെന്ന് പറയണം, അല്ലെങ്കിൽ കൂലി കിട്ടുന്ന കാര്യമല്ല എന്ന് പറയണം. കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ കൂലി കിട്ടുന്ന കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ റസൂൽ റബീഉൽ അവ്വൽ 12-നെ കുറിച്ചോ റബീഉൽ അവ്വൽ മാസത്തിനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടാകണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയുള്ള ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് അഥവാ ജുമഅയെക്കുറിച്ച് പറഞ്ഞ, യൗമു അറഫയെ കുറിച്ച് പറഞ്ഞ, തിങ്കൾ വ്യാഴം നോമ്പുകളെ കുറിച്ച് പറഞ്ഞ, താസുആയിനെ കുറിച്ചും ആശൂറായിനെ കുറിച്ചും പറഞ്ഞ, അറഫാ ദിനത്തെക്കുറിച്ച് പറഞ്ഞ, റമളാനിനെ കുറിച്ച് പറഞ്ഞ ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് റബീഉൽ അവ്വൽ 12-നെ കുറിച്ചോ റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ചോ പറഞ്ഞത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പൊ അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടി ആഘോഷിക്കുന്നു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ സ്നേഹിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം, എല്ലാറ്റിനേക്കാളും സ്നേഹിക്കണം, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും സ്നേഹിക്കണം, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം സ്നേഹിക്കേണ്ടത്. ആ തരത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.